തർഷിക വിശാല് ലവ് കോംബോ അല്ലെങ്കിൽ ലവ് ട്രാക്ക് ഇത് ശരിക്കും ക്രിഞ്ചായിട്ട് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? എനിക്കിത് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. വാരിക്കൊടുക്കുന്നു, തുണി തേച്ച് കൊടുക്കുന്നു, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്ത് പോയിരിക്കുന്നു, മുതുകില് കിഴിയൊക്കെ കെട്ടി ഇങ്ങനെ വിശാലിനെ വേദനിച്ചതുകൊണ്ട് ടാസ്ക് ചെയ്ത് വേദനിച്ചുകൊണ്ട് എന്താ പറയുന്നതിന് ഇങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഇത്തിരി കൂടുതലാണ്. ഓക്കെ, ഇവര് പ്രണയം എന്ന് രണ്ടുപേരും തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നം തീർന്നു. പിന്നെ നമ്മളിനി ലവ് ട്രാക്കെന്നൊന്നും പറയുന്നില്ല, ലവ് തന്നെയാണ്. ഇത് പറയേയില്ല. ഒരാൾക്ക് ക്രഷ് അടിച്ചതാണ്, ഒരു ക്രഷ് തുടങ്ങിയത് ഇപ്പൊ എന്തെല്ലാം ചെയ്ത് കൊടുക്കുക. എനിക്ക് കാണുമ്പം ക്രിഞ്ചെന്ന് പറയുന്നതിന് മുകളായിട്ട് ആ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഒരു ഡിസ്കസ്റ്റിങ് അതെനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എനിക്ക് സാധാരണ ബിഗ് ബോസ് ആണെന്ന് അങ്ങനെ തോന്നുന്നൊന്നുമല്ല. ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ മലയാളം ബിഗ് ബോസ് ഒക്കെ എന്തായിരുന്നു എന്ന് തോന്നിപ്പോ. കാരണം ഇതിന് ആവി പിടിച്ചു കൊടുക്കുന്നു, ആഹാരം വാരി ഇങ്ങനെ കഴിക്ക്, എനിക്ക് വേണ്ട മതി, കഴിക്ക്, ഇപ്പം വാങ്ങിക്കുവേണ്ടി എന്ന് കഴിക്ക്, ഇത്തിരി കൂടിപ്പോകുന്നു. പിന്നെ വീക്കിലി ടാസ്കിന്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്ന്. ടാസ്ക് അവസാനിച്ചിട്ടില്ല, നാളെയുണ്ട്. കുറച്ച് നിയമങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുള്ളതല്ലാതെ ടാസ്കിൽ വലിയ കാര്യമുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. എന്തായാലും കൊള്ളാം. പക്ഷെ ഇന്നലത്തെ അത്ര ഒരു എനർജറ്റിക് ഇല്ല. കാരണം എല്ലാവരെയും സേവ് ചെയ്ത് വേഗം ടാസ്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാക്കിലിൻ്റെയും അൻഷിതയുടെയും ഇടയിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. അൻഷിതയ്ക്ക് ജാക്കിലിനെ റിയലായിട്ട് മനസ്സിലായി എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ മഞ്ചരി ഇന്നലെ പറഞ്ഞു ഇന്നെൻ്റെ ടാസ്ക് എന്നെൻ്റെ ഡോള് സേവ് ആവണമെന്നാണ്, നാളെ ഞാൻ വെറുത്തനം ഗെയിം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊന്നും ഞാൻ കണ്ടെന്നുമില്ല. അതോടൊപ്പം തന്നെ ഇന്ന് ചിട്ട് വന്നു. ചിട്ടിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടസ്റ്റൻസിനെ ആരാണോ തോന്നുന്നത് ആ കാര്യം പറയുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 ഡേ 52 നവംബർ 27 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ രാവിലെ 7 മണിക്ക് മോർണിംഗ് സോങ് കേൾക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ദീപക് വരുന്നു. ദീപക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ദീപകിൻ്റെ ഡോള് ബാസ്ക്കറ്റിൽ കിടക്കുകയാണ്. ആ ഒരു ബാസ്ക്കറ്റിൽ കിടക്കുമ്പോൾ തന്നെ ദീപകിന് മനസ്സിലാവുന്നു ഞാൻ ഔട്ടായി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ദീപക് എന്ന് പറഞ്ഞുകൊണ്ട് ദീപക് ഇങ്ങനെ ഞെട്ടിപ്പോകുന്നു. കാരണം അൻഷിത എനിക്ക് വേണ്ടി കളിച്ച് നിന്നെന്നാണ് വിചാരിച്ചത്. ഇന്നലെ രാത്രി മൈക്ക് അനൗൺസ്മെൻറ്റ് ചെയ്തതെന്നും ദീപക് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് രാവിലത്തെ മോർണിംഗ് സോങ് തഞ്ചാവൂർ ജില്ലക്കാരി കച്ചേരിക്ക് വരണ്ടി, ആ പാട്ടാണ്. പിന്നീട് എല്ലാവരും രാവിലെയാണ് അറിയുന്നത് അൻഷിതയാണ് ഇതിൽ തോറ്റത്, ജാക്ലിനാണ് ജയിച്ചത്, മഞ്ചരിയുടെ ഡോള് സേവായി, ദീപകിൻ്റെ ഡോള് എലിമിനേറ്റ് ആയി എന്നുള്ള കാര്യം എല്ലാവരും രാവിലെയാണ് അറിയുന്നത്. കുറച്ച് കഴിഞ്ഞ് ദീപക് ആനന്ദി എടുത്ത്, അപ്പോൾ ആനന്ദി പറയുന്നു അവൾ ഒത്തിരി നോക്കി കേട്ടോ, അവളെ കൊണ്ട് മാക്സിമം അവൾ നോക്കി എന്ന് ആനന്ദി പറയുമ്പോൾ ദീപക് ശരിയാ, ഒത്തിരി നേരം അവൾ ഇരുന്നില്ല, അത് തന്നെ വലിയ കാര്യം, അവളെ കണ്ട് നന്ദി പറയണം എന്നൊക്കെ പറയുവാണ് ദീപക്. കുറച്ച് കഴിയുന്നു മഞ്ചരി, സാചന, മുത്തു ഇവരിയ്ക്കുന്നു. അപ്പോൾ മഞ്ചരി പറയാണ് ആനന്ദിയുടെ തനി രൂപം ഞാൻ ഇന്നലെ കണ്ടു. കാരണം ഇന്നലെ അവളെ ജാക്കിലിൻ്റെ അടുത്ത് ഒരു നീ അവൾക്ക് കൊടുത്ത ഒരു വാക്കിൻ്റെ പേരിൽ നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? പിന്നെ അത് മാത്രമല്ല അവളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊണ്ട് വെക്കുന്നല്ലേ പറഞ്ഞത്, അത് നീ കൊണ്ട് വെക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്മാർട്ട് മൂവാണ് അവിടെ ഇറക്കാൻ നോക്കിയത് ആനന്ദി. എനിക്ക് മനസ്സിലായി ആനന്ദിയുടെ കളി എന്നിങ്ങനെ മഞ്ചരി പറയുന്നു. അപ്പം പിന്നീട് ദീപക്കും അൻഷിതയും കൂടെ സംസാരിക്കുന്ന ദീപക് പറയണം വെൽ ട്രൈഡ്, നീ നല്ലപോലെ ശ്രമിച്ചു അൻഷി. അപ്പോൾ അൻഷിത പറയണം ഞാൻ അത്രയും നേരം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, ഞാൻ നോക്കി, എന്നെക്കൊണ്ട് പിടിച്ചു വെക്കുന്നതിനൊരു ലിമിറ്റില്ലേ, അതായത് പുള്ളിക്കാരിക്ക് ടോയ്ലറ്റിൽ പോയി വരുള്ളൂ, പിടിച്ചു വെക്കുന്നതിന് പറ്റിയില്ല. അവസാനം ലുങ്കിയൊക്കെ കൊണ്ടുവന്ന് പൊതിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയത്. കാരണം വല്ല ലീക്കാവോ എന്ന് വിചാരിച്ചു, കാരണം അത്രയ്ക്ക് എനിക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള അർജൻറ്റ് വന്നുപോയി. പിന്നെ ജാക്ലിൻ, അവളുടെ ഗെയിം എനിക്ക് ഇന്നലത്തോടു കൂടി മനസ്സിലായി. കാരണം അവൾ ഞാനുമായിട്ട് ആദ്യം ഒരു ഉടമ്പടിയിൽ വന്നതാണ്, എൻ്റെ പാവ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൾ അവിടെ നിൽക്കാം എന്നുള്ളത് വന്നതായിരുന്നു. പക്ഷെ പിന്നീടാണ് ഇവളത് മാറ്റിയത്. മഞ്ചരി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മാറ്റാമെന്ന് പറഞ്ഞിട്ട് മഞ്ചരി വന്ന് പറഞ്ഞിട്ട് പോലും അവൾ കൊണ്ടുപോയി വെച്ചില്ല എന്ന് പറയുന്നു. പക്ഷെ അൻഷിത എല്ലാവരും അൻഷി പൊളിയാനായിട്ട് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ജാക്ലിന് തൊട്ടും കിട്ടുന്നില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഈ തോറ്റ അൻഷിതയ്ക്ക് ഇത്രയും എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും ജയിച്ചതായിട്ടുള്ള ജാക്ലിനെ ആരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം ജാക്ലിനെ ആർക്കും കണ്ടുകൂടാ, അതുകൊണ്ടാണ് അധികം ജാക്ലിനെ ആരും കൺഗ്രാജുലേറ്റ് ചെയ്യാത്തത്. രണ്ടാമത്തെ കാര്യം അൻഷിത എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയാണ്, അറിയില്ല, അൻഷിത ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആയിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അൻഷിത അവർ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ജാക്ലിൻ അവിടെ ജയിച്ചുവെങ്കിലും ജാക്ലിൻ സ്ട്രഗിൾ ചെയ്യാതെയാണ് ജയിച്ചത്. കാരണം ജാക്ലിൻ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിലും പോകണ്ട, ആഹാരം കഴിക്കേണ്ട, അങ്ങനെ ഇരുന്നു.
മനസ്സിലായില്ലേ? അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയം അൻഷിത അങ്ങനെയല്ല, ഓ എനിക്ക് പോയേ പറ്റൂ എന്നിട്ടും അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് പിടിച്ചിരുന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അൻഷിതയ്ക്ക് ഇത്രയും ഒരു അപ്രീസിയേഷൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിയത്. രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള അപ്രീസിയേഷന് ഭാഗമായിട്ടുള്ളവരാണ്. പിന്നീട് അൻഷിതയും ആനന്ദിയും കൂടെ സംസാരിക്കുന്നപ്പോൾ അൻഷിത പറയണത് ജാക്കലിൻ ക്ലവറാണ്, എനിക്ക് ഇന്നലത്തോടു കൂടി അത് മനസ്സിലായി. അപ്പം ആനന്ദി, എടി മഞ്ജരിയുടെ ബൊമ്മ എടുത്ത് വെച്ചുകൊണ്ട് അവൾ സേവ് ചെയ്യാനാണ് നോക്കിയത്. അപ്പം എന്തിനാണ് മഞ്ജരി വന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് എന്ത് ചെയ്യുന്നു, അവൾ അവൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടി നിന്നത്. അപ്പം അൻഷി നീ ഒറ്റയ്ക്ക് കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ ജെഫ്രി വരുന്നു, ജാക്കലിൻ കൊടുത്ത വാക്ക് പാലിച്ചു, അത്രേ ഉള്ളൂ, അതിനകത്തിന് വേറെ സംസാരങ്ങളൊന്നും ഇല്ല എന്നുള്ള ലെവലാണ് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു. അതായത് ഈ വീട്ടിൽ വന്നപ്പോൾ ഒരാളുടെ നമുക്ക് തോന്നിയൊരു ഇമ്പ്രഷനും ഇപ്പോൾ അവരിൽ ഉള്ള ഇമ്പ്രഷനും ആഹാ ഓഹോ. വന്നപ്പം ആഹാ ആയിരുന്നു, ഇപ്പം ഓഹോ ആയി. അല്ലെങ്കിൽ വന്നപ്പോൾ ഓഹോ ആയിരുന്നു, ഇപ്പം ആഹാ എന്നായി. അത് ആരാണെന്ന് ചോദിക്കാൻ. അപ്പോൾ സത്യം പറയാണ്, അരുൺ വന്നപ്പോൾ ഒരു വീരശൂരനാണെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇപ്പം അരുൺ ഭയങ്കര കമാൻഡിങ് ആയി മാറി. മുത്തു, അൻഷിത വന്നപ്പോൾ ഒരു പൂനക്കുട്ടിയായിരുന്നു, പാവമായിരുന്നു, പക്ഷേ ഇപ്പോൾ അൻഷിത ഗെയിം ഉണ്ടെന്ന് കാണിച്ചു തന്നു. ജെഫ്രി, റാണവ് വന്നപ്പോൾ ബലൂൺ പോലെ വീർപ്പിച്ചു, ഒന്നും കാണൂല എന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം റാണവ് മിങ്കിളായി തുടങ്ങി. തർഷിക പറയാണ്, സാജന വന്നപ്പോൾ ഒരു വാശിക്കാരിയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞ് ഇത്തിരി അക്സെപ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട്. റയാൻ, റാണവ് ഇവിടെ വന്നപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇപ്പം 4 പേര് ചേർന്നിരുന്ന് കൊടുക്കേണ്ട അവസ്ഥയായി. പവിത്ര, സാജന ഇവിടെ വന്നപ്പം ഇവിടെ പല കാര്യങ്ങളും സംസാരിക്കാൻ സാജനയ്ക്ക് പറ്റില്ല, പക്ഷേ ഇപ്പം കുറച്ച് മെച്ചൂർഡൊക്കെ ആയി വരുന്നുണ്ട്. അരുൺ, ജാക്കലിനോട് വന്ന് ഒരാഴ്ച ബെഡിൻ്റെ പേരിലൊക്കെ വഴക്കായിരുന്നു, അന്ന് ജാക്കലിൻ നെഗറ്റീവായിരുന്നു, ഇപ്പം ജാക്കലിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗെയിമിൽ ഒരു ഇത് വന്നിട്ടുണ്ട്. മഞ്ജരി, അൻഷിത ഇവിടെ വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിട്ടൊക്കെ നിന്നതാണ്, പക്ഷേ ഇപ്പം അൻഷിതയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. അൻഷിതയുടെ ഗെയിം എന്നല്ല, അൻഷിതയുടെ റിയൽ ഫേസ് പുറത്തു വന്നു. അപ്പം ജാക്കലിൻ, മഞ്ജരി സ്ട്രോങ് ആയിരുന്നു, പക്ഷേ ഇപ്പം മഞ്ജരി എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ ആവുന്നു, പൊട്ടിത്തെറിക്കുന്നു. അപ്പം സാജന, അരുൺ ആദ്യത്തെ 4 വീക്ക് സ്നേഹമായിരുന്നു, വൈൽഡ് കാർഡ് വന്നപ്പോൾ വൈൽഡ് കാർഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ പുള്ളിക്കാരൻ കത്തിക്കയറി. അൻഷിത, ജാക്കലിൻ ഇവിടെ ആ ബെഡിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ആഴ്ചയിലെ സ്റ്റാൻഡ് ഒന്നായിരുന്നു, ഇപ്പം നിറയെ സ്റ്റാൻഡുണ്ട്, കുറേ സ്റ്റാൻഡാണ്, ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ്, കുറേ സ്റ്റാൻഡാണ്, ബെനിഫിറ്റിനനുസരിച്ചാണ് മാറി നിൽക്കുന്നതെന്ന് പറയുന്നത്. അത് ഈ അൻഷിത പറയുന്ന ഇന്നലത്തെ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ദീപക്, അരുൺ ഇവിടെ വന്നപ്പോൾ ഒരു സ്നേഹമയനായിരുന്നു, ഇപ്പം വൈൽഡ് കാർഡ് വന്നത് മുതൽ ഫയറാണ് എന്ന് പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സൗന്ദര്യ ശിവയുടെ അടുത്ത് വിഷമം പറയുന്നത്, ഞാൻ ഇവിടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വന്ന ഒരാളല്ല, പക്ഷേ ജാക്കലിനായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലായി. എങ്ങനെയാണ് പെട്ടെന്ന് ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പിന് പറ്റുക എന്നുള്ളത് എനിക്കറിയത്തില്ല. ജാക്കലിന് വേണ്ടി പലപ്പോഴും ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്, കുറേ പേർക്ക് വേണ്ടി ഞാൻ ഗെയിം അറിയാതിരുന്നിട്ടുണ്ട്, ഗെയിം അറിയത്തില്ല, ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ വീഴുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന സൗന്ദര്യ കരയുവാണ്. ഇതേസമയം അൻഷിത ആനന്ദി പുറത്തിരിക്കാൻ അൻഷിത പറഞ്ഞു, എന്തും എപ്പോഴും ജാക്കലിൽ നിന്ന് പ്രതീക്ഷിക്കാം, കാരണം അവസരത്തിനൊത്ത് അവൾ മാറും, അവളൊരു സൂപ്പർ പ്ലെയറാണ്, ഒരു ഗെയിമറാണ്. സൗന്ദര്യ ശിവ ഇതേസമയം കെട്ടിപ്പിടിക്കുന്നു, സൗന്ദര്യ കരയുന്നു. സൗന്ദര്യക്ക് വിഷമം വേറെ ഒന്നുമല്ല, ജാക്കലിൻ ഇന്നലെ അവളുടെ ബൊമ്മ എടുത്തുകൊണ്ട് സേവ് ചെയ്ത് വെച്ചില്ല, സൗന്ദര്യ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായല്ലോ. അപ്പം ഞാനാണെങ്കിൽ അവളുടേത് എടുത്തുകൊണ്ട് വെക്കത്തില്ലായിരുന്നോ? എന്നിട്ട് ഇപ്പം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വെക്കില്ലായിരുന്നു, പക്ഷെ അവൾ എന്തുകൊണ്ട് എൻ്റെത് എടുത്തില്ല, എന്നെ സേവ് ചെയ്യണമെന്ന് എന്തുകൊണ്ട് അവരാരും ചിന്തിച്ചില്ല ഫസ്റ്റ് റൗണ്ടിൽ, അവരാരും അങ്ങനെ ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടാണ് ചെയ്യാത്തത്, ഞാൻ അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗന്ദര്യ കരയുന്നത്. എനിക്കിവിടെ ഉറക്കമേ ഇല്ല 2-3 ദിവസമായിട്ട് എന്നല്ല സൗന്ദര്യ വിഷമം പറയുന്നു. പിന്നീട് റയാൻ വന്ന്, റയാൻ്റെ സൗന്ദര്യയുടെ എൻ്റെ പൊന്നി അത് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല, അത് കൊഞ്ചലാണ്. അപ്പോൾ റയാൻ ഈ പറയുന്ന സൗന്ദര്യ കരഞ്ഞു വന്ന ആരടുത്ത്, ശിവയുടെ അടുത്ത് പറയുന്നത്, ഈ കരയുന്നൊക്കെ അവിടെ എല്ലാവരെല്ലാം കാണുന്നു. സൗന്ദര്യയുടെ ഗ്യാങ് ആരൊക്കെയാണ്? ജെഫ്രി, പിന്നെ ജാക്കലിൻ, പിന്നെ നമ്മുടെ ജെഫ്രി, ജാക്കലിൻ, ഇവരൊക്കെയാണല്ലോ അവർ ഗ്യാങ് വരുന്നത്. അപ്പോൾ ഗ്യാങ്ങിലുള്ളവരൊക്കെ കാണുന്നു. അപ്പോൾ സൗന്ദര്യം അവരുടെ അടുത്ത് റീസൺ പറഞ്ഞിട്ടില്ല, ഈ ശിവയുടെ അടുത്ത് റീസൺ പറഞ്ഞാണ് കിടന്നത്. അപ്പോൾ റയാൻ പിന്നെ ചിണുങ്ങുന്നു, എന്താ എൻ്റെ പറയാത്തെ, എന്താ കാര്യം, എന്തോ മറച്ചു വെക്കുന്നു. അപ്പോൾ ജാക്കലിനും വരുന്നു, ജാക്കലിൻ്റെ അടുത്തും ഇതുപോലെ റയാൻ പറയുന്നു, എന്താടാ മിണ്ടാത്തെ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്രിഞ്ച് വർത്താനങ്ങൾ. അതിനുശേഷം സൗന്ദര്യ
കുറച്ച് പായസം, സൗന്ദര്യയുടെ കുറച്ച് പായസം എന്തോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്, പകുതി കാണാനില്ല, പകുതി ആരോ കുടിച്ച്. ഇത് ആരാണ് കുടിച്ചത്? അപ്പോൾ ആരും കുടിച്ചിട്ടില്ല. എല്ലാവരെ കൊണ്ട് സത്യം എടുപ്പിക്കുന്നു, എല്ലാവരും സത്യം എടുക്കുന്നു, നമ്മൾ ആരും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആരാണ് കുടിച്ചത്? എല്ലാവരും സത്യം ഇട്ടു. ഇങ്ങനെയാണെങ്കിൽ എനിക്കിത് കണ്ടുപിടിക്കണമല്ലോ. പുറത്ത് നല്ല മഴയാണ്, സൗന്ദര്യം നേരെ പോയി എന്ത് ചെയ്യുന്നു? മഴയത്ത് കയറിയിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ നനങ്ങുന്ന ഒരു പ്രശ്നമില്ല, എൻ്റെ പായസം ആരാണ് കുടിച്ചതെന്ന് എനിക്ക് അറിയണം. എല്ലാവരും ഇങ്ങനെ കള്ളം പറയുന്നത് എന്തിനാണ്? കുടിച്ചതല്ല, കള്ളം പറയുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുവിധം അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്നു. അത് കുടിച്ചതാണോ അതൊരു പിടിയുമില്ല. ഇനിയിപ്പോൾ അറിയാതെ കുടിച്ചാണ്. റയാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായില്ല കേട്ടിട്ട്. അപ്പോൾ പിന്നീട് ആനന്ദിയും പവിത്രയോട് സംസാരിക്കുന്നു. ആനന്ദ് പറയാണ്, തർഷിക ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പല കാര്യങ്ങളും തർഷിക വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, ഇങ്ങനെ നിന്നോളാം എന്നുള്ള ഒരു ലെവൽ, ഒരു ഒറ്റപ്പെട്ട ഒരു ലെവലിൽ തനിയെ നിന്ന് പ്ലേ ചെയ്യണം. അപ്പോൾ പവിത്ര, ഞാൻ എപ്പോൾ അവളുടെ അടുത്ത് എന്ത് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വിശാൽ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം എന്തോ എനിക്കറിയില്ല, ആ ഒരു കയ്യിൽ മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു സമയത്തായാലും അവളുടെ ഒരു കയ്യിലല്ലേ പ്രശ്നം വന്നു. അപ്പോൾ അവൾക്ക് മറ്റേ കൈ കൊണ്ട് തേക്കുക, അവൻ വന്ന് തേക്കുന്നു, ഉരയ്ക്കുന്നു. അപ്പോൾ ആനന്ദി കുറച്ച് അവൾ നമ്മളിൽ നിന്ന് അകന്ന് പോവുകയാണ്. അപ്പോൾ പവിത്ര, അവൻ കാരണമാണ് അവളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് എന്നിങ്ങനെ. അപ്പോൾ പവിത്ര പറയുന്നത്, പിന്നെ കഴിച്ചില്ലെങ്കിൽ അരുൺ പറയുന്നതൊക്കെ ഇടയ്ക്ക് വെച്ച് തർഷിക കഴിച്ചില്ലെങ്കിൽ എടാ പോയി ചോദിക്കടാ, അവളെന്താ കഴിക്കാത്തതെന്ന് ചോദിക്കടാ, വാരി കൊടുക്കടാ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എന്തിനാണ് എന്നിങ്ങനെ പവിത്ര ചോദിക്കുകയാണ്. കുറച്ച് കഴിയുന്നു, പുതിയൊരു ടാസ്ക്കാണ്. ഒരു ബൗളിൽ നിറച്ച് ചിട്ടുണ്ട്. അപ്പോൾ ആ ചിട്ടിൽ ഒരു ചിട്ടെടുക്കുക ഓരോരുത്തരും. അതിനകത്ത് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 2 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിന് ആരാണ് യോജിച്ചിട്ടുള്ളത് അവരുടെ പേര് പറയുക. ദീപക് എടുക്കുന്ന ചിട്ടിൽ ഇതാണ്, 100 ക്യാമറ അറിയണം എന്നുള്ള ലെവലിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? അപ്പോൾ അത് സൗന്ദര്യമാണ്. ഇനി 100 ക്യാമറ ഉണ്ടെങ്കിലും അറിഞ്ഞേ കൂടെ ഇയാളെ എന്താണ് ചെയ്യുന്നതെന്ന്, അത് രഞ്ജിത്ത് എന്ന് പറയുന്നു. അടുത്ത് ശിവ എടുക്കുന്നതാണ്, 2 പേർക്ക് ചൊപ്പ് സാമ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് കഴിക്കും. ചൊപ്പ് സാമ എന്താണെന്ന് എനിക്കറിയത്തില്ല. 2 പേർക്ക് ചൊപ്പ് സാമ കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഭയങ്കര സ്നേഹത്തോടെ വാരി കൊടുക്കുന്ന വിശാലും തർഷികയാണ്. സോ അവരാണ്. ഇനി അതുപോലും കൊടുത്താൽ പോലും ഇവിടെ കഴിക്കത്തില്ല, ഒരുമിച്ച് പോകത്തേ ഇല്ല എന്നുള്ള പറയുന്ന ആൾ രഞ്ജിത്താണ്. കാരണം രഞ്ജിത്ത് തന്നെ അങ്ങനെയാണ് എന്ന് പറയുന്നു. അടുത്ത സൗന്ദര്യ പോകുന്നു, വിശ്വസിച്ച് എല്ലാ കാര്യവും പറയാൻ പറ്റും. അല്ല, വിശ്വസിച്ച് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അപ്പുറത്ത് പോയി പറയുന്ന ഒരാൾ. അപ്പം അത് സാധനയാണ്. അപ്പുറത്തെ ഗ്രൂപ്പുകളിലൊക്കെ പറയും. അപ്പം ഇനി എന്തെങ്കിലും വിശ്വസിച്ച് പറഞ്ഞാൽ തന്നെ അത് ബേസ്റ്റാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് റാണവാണ്. അടുത്ത് മഞ്ചരി, അഭിനയിക്കാൻ ഈ അക്കൗണ്ട് പറ്റത്തില്ല, അപ്പോൾ അത് സാധനയാണ്. പിന്നെ ഇവിടെ നാടക റാണി, അത് നാടകം, അത് ശിവയാണ്. അടുത്ത് വിശാൽ, യോഗ്യനാണ്, കളിച്ച് തുടങ്ങണം. അങ്ങനെ ഒരാളാരാണ്? അത് റയാനാണ്. കളിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കാണിക്കുന്നതൊക്കെ ഭയങ്കര അസഹനീയമാണ്, അത് സൗന്ദര്യമാണ്. അടുത്ത റാണവ് പോകുന്നു, പോയിസൺ ഇവിടെ പായസമാക്കി നടക്കുന്നു. ഒരു പോയസനാണ്, അതിനെ പായസം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നത് ആരാണ്? അത് ജാക്ലിനാണ്. പിന്നെ ഇത് ശരിക്കും പോയസനാണ്, അത് സൗന്ദര്യമാണ്. ഇനി അടുത്ത പവിത്ര, നീ അടുത്ത് വാ അല്ല അൻഷിത പോവാണ്, നീ അടുത്ത് വാ എന്നുള്ളത് ആരുടേതാണ്? നീ അടുത്ത് വാ എന്നുള്ളത് അത് ആനന്ദിയാണ്. ഞാൻ പറയുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നീ ദൂരെ പോ, അത് ജാക്ലിനാണ്. എനിക്ക് നിന്റെ സ്റ്റാൻഡുകളൊന്നുമേ ഇഷ്ടമല്ല. അപ്പോൾ ആനന്ദി, ഇവൾ ശുദ്ധയാണ്, ഭയങ്കര ശുദ്ധയാണ്, അത് പവിത്രയാണ്. ഇവൾ അശുദ്ധമാണ്, അടുപ്പിക്കാനേ പറ്റത്തില്ല, ഇത് സാചനയാണ്. അടുത്ത് ജെഫ്രി പോകുന്നു, ഇതിനുള്ളിൽ കുഞ്ഞുണ്ട്, ഇവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്, അത് സാചനയാണ്. ഇവർക്കുള്ളിൽ ഒരു കുഞ്ഞുണ്ടെങ്കിലും എന്തോ ഇവർക്കുള്ളിൽ ഒരു കുഞ്ഞുണ്ട്, അത് രഞ്ജിത്താണ് എന്നാണ് പറയുന്നത്. അടുത്ത് അരുൺ, ഇവൻ എന്തിനാണ് ക്ലാപ്പ് ഇങ്ങനെ കുട്ടി അടിക്കുന്നത്? ഇവന് വേണ്ടിയിട്ട് ആൾക്കാർ എന്തിനാണ് ക്ലാപ്പ് അടിക്കുന്നത്? അത് മുത്തുവാണ്. കാരണം മുത്തു ഓൾറെഡി സംസാരിച്ച് നിൽക്കാൻ കഴിവുള്ള ആളാണ്. ഇവന് വേണ്ടി എന്തിനു ക്ലാപ്പ് അടിക്കുന്നു? പിന്നെ ഇവൻ നല്ലപോലെ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ക്ലാപ്പ് വരുന്നില്ല, അത് ദീപക്കണ്ണനാണ്. അടുത്ത സാജന, ഈ ആൾ കുറച്ച് ക്യൂട്ടാണ്, അത് അരുണും ഈ പറഞ്ഞ പോലെ ആനന്ദിയാണ്. ഈ ആൾ ക്യൂട്ടെന്ന് കരുതി ഓരോന്ന് ചെയ്യുന്നുണ്ട്, അത് ജാക്ലിനും റയാനുമാണ്. ചേച്ചി അനിയൻ ട്രാക്കൊക്കെ പിടിക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് പോകുന്നു, ഇവൻ ആർവം ഉള്ളവനാണ്. ആർവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം മീനിങ് ജിജ്ഞാസ എന്നാണ്. ആർവം ഉള്ളവനാണ്, അത് റാണവാണ്. ഇയാൾക്കൊരു ആർവമേ ഇല്ല, ഒരു ജിജ്ഞാസ ഇല്ല ഒന്നിനെക്കുറിച്ച്, അത് ശിവയാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞിട്ട് ദീപക്കും റാണവും വിശാലും കൂടെ സംസാരിക്കുകയാണ്. വിശാൽ പറയുന്നത് സൗന്ദര്യ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ സൂപ്പറാണ്. പക്ഷേ ആ ജാക്ലിൻ കൂടെ നിൽക്കുമ്പോഴാണ് ഇവിടെ സൗന്ദര്യക്ക് ഇത്ര ഇഷ്യൂസൊക്കെ വരുന്നത്. അടുത്ത് മുത്തുവും ദീപക്കും കൂടെ സംസാരിക്കുന്നു. മുത്തു പറയാണ് സൗന്ദര്യ അരുണും ചില കാര്യങ്ങൾ, മുത്തുവും ദീപക്കും കൂടെ ഒരുമിച്ച് ഇന്ന് കളിക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ അതിനകത്ത് മുത്തു പറയാണ്, ദീപക്കണ്ണ സൗന്ദര്യക്കും അരുണും കുറച്ച് സാമ്യങ്ങളുണ്ട്. അതായത് സൗന്ദര്യ ആയാലും അരുണായാലും ദേഷ്യപ്പെടുമ്പോൾ നമ്മളൊരു വേറെ ലെവല് മുഖമായിരിക്കും കാണുന്നത് അല്ലേ? അപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്നു. അടുത്ത് വീക്ക്ലി ടാസ്ക് ഡേ 2 റീസ്റ്റാർട്ട് ചെയ്യുകയാണ്.
അപ്പം ഈ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സൗന്ദര്യ, റാണവ്, ദീപക് ഔട്ടാണ്. റാണവ് ഇന്നലെയാണ് ഔട്ടായത്, എപ്പിസോഡിൽ ഇല്ല. ഇനിയിപ്പോൾ പ്ലസ്സിൽ അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ പ്ലസ് കാണാറില്ല. അപ്പോൾ ഇത്തവണ നമ്മുടെ ബോൾ പിറ്റ് മറ്റേ ആ വലിയ കൂടാരം ഇല്ല ബൊമ്മ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കുന്ന ബൊമ്മയെ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മൾ അതിനകത്ത് ബൊമ്മ കൊണ്ട് വെച്ചിരിക്കണം, ബാക്കി വരുന്ന ബൊമ്മ ഔട്ടാവും. ബോൾ പിറ്റില്ല, അപ്പോൾ എവിടെ വെച്ച് വേണം നമുക്ക് ബൊമ്മകൾ എക്സ്ചേഞ്ച് ചെയ്യാം. ബൊമ്മ എക്സ്ചേഞ്ച് ചെയ്യുക മാത്രമല്ല, ഇപ്പം ഇന്നലെ നമ്മുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അൻഷിതയുടെ ബൊമ്മ കിട്ടിക്കഴിഞ്ഞാൽ അൻഷിത ഔട്ടാക്കണമെങ്കിൽ ഞാൻ കൊണ്ടുവയ്ക്കാതിരുന്നാൽ മതി. ഇപ്പം എനിക്ക് അൻഷിത ഔട്ടാക്കണം, അതാണ് ലക്ഷ്യം എന്ന് വിചാരിച്ചു. അപ്പോൾ അൻഷിതയുടെ ബൊമ്മ വേറൊരാളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലോ, എനിക്ക് തടയാം, കൊണ്ട് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ തടയാം, പിടിച്ചു വെക്കാം എന്നുള്ള റൂളും കൂടി ഇതിനകത്ത് വരികയാണ്. അപ്പോൾ യുഗം, യുക്തി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഓരോ ടീമുകളായിട്ട് പ്ലാനിങ് നടത്തുന്നു. അൻഷിത, വിശാല്, തർഷിക, സത്യ ഒരറ്റത്തുനിന്ന് പ്ലാനിങ്, ജാക്ലിൻ, സൗന്ദര്യ, മഞ്ജരി, ആനന്ദി മറ്റൊരറ്റത്തുനിന്ന് പ്ലാനിങ്, മുത്തു, സാചന ഒരറ്റത്തുനിന്ന് പ്ലാനിങ്, ആനന്ദി, റാണവ്, അരുൺ അവർ വേറൊരറ്റത്തുനിന്ന് പ്ലാനിങ്. അങ്ങനെ പ്ലാനുകൾ പടപെടാൻ നടക്കുന്നുണ്ട്. രാവിലെ ഫസ്റ്റ് റൗണ്ട് വൈകുന്നേരമാണ് ടാസ്ക് നടക്കുന്നത്, ഒരു 6 മണിക്ക് കഴിയുമെന്ന് തോന്നുന്നു. അങ്ങനെ ബൊമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ്, പിടിയും അടിയും വലിയും. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ബൊമ്മകളെല്ലാം കീറി പറഞ്ഞ് അൻഷിതയുടെ ബൊമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അടി. വിശാലിൻ്റെ കയ്യിൽ എന്തൊക്കെ ഇരിക്കുകയാണ് അൻഷിതയുടെ ഒക്കെ ബൊമ്മ. അങ്ങനെ ആ ബൊമ്മയൊക്കെ വലിച്ച് കീറി അവസാനം ബൊമ്മ ഒരു വിധം കൊണ്ട് വെക്കുന്നു. ബൊമ്മ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും അടുത്ത് ജാക്കിലിൻ്റെ ബൊമ്മ ഈ വിശാലിൻ്റെ കയ്യിലിരിക്കുകയാണ്. വിശാലിനത് വെക്കാൻ ഉദ്ദേശമില്ല. പക്ഷേ ഇത് വേറെന്തോ ഗെയിം കളിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൻഷിത അങ്ങോട്ട് വരുന്നുണ്ട്. ഇവൻ വേറെ എന്തോ ഗെയിമിന് വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അപ്പോൾ ജെഫ്രിയൊക്കെ ഈ ബൊമ്മ പിടിച്ച് മാറ്റാൻ വേണ്ടി നോക്കാം, ഇങ്ങോട്ട് വാരടാന്ന് പറഞ്ഞുകൊണ്ട് ജെഫ്രി പിടിച്ചിങ്ങനെ മാറ്റുന്നുണ്ട് അൻഷിത. എനിക്കത് കണ്ടിട്ട് ഭയങ്കര ചിരി വന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തർഷികയുടെ ബൊമ്മ ആരും എടുക്കുന്നില്ല. തർഷികയുടെ ബൊമ്മ ആരും എടുക്കാത്തതുകൊണ്ട് ഔട്ട് ആവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ ആ സാധനം ഇല്ല എങ്കിലും തർഷികയ്ക്ക് വിഷമമുണ്ട്. എൻ്റെ ബൊമ്മ വിശാൽ എടുത്തുകൊണ്ട് പോയി സേവ് ചെയ്തില്ലല്ലോ എന്നൊരു വിഷമം തർഷികയ്ക്കുണ്ട്. ദെൻ സെക്കൻഡ് റൗണ്ടിൽ അൻഷിത, സാചന സെക്കൻഡ് റൗണ്ട് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ അൻഷിത സാചന എടുത്ത് പറഞ്ഞു, നീ ഡ്രസ്സ് കയറി പൊക്കരുത്, ഞാനും എങ്കിലും പൊക്കും. അപ്പം സാചന പറയാൻ ഡ്രസ്സിൻ്റെ ഇടയിൽ ആരും ഒളിപ്പിക്കരുത്. അപ്പോൾ പവിത്ര, നീ കടിച്ചു സാചന, നീ എന്നെ കടിച്ചു എന്ന് പറയുന്നു. പിന്നെ വിശാലും ജാക്ലിനുമായിട്ടുള്ള വഴക്കാണ്. എന്തോ ആ എപ്പിസോഡ് ആയതുകൊണ്ട് കുറച്ചെല്ലാം കാണാൻ പറ്റുന്നുള്ളൂ. എന്തോ വരും, നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നോ, നീ പറയാൻ വന്നോ. റയാൻ്റെയും വിശാലിൻ്റെ ഇടയിൽ എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോൾ ജാക്ലിൻ കയറി ഇടപെട്ടാണ് ജാക്ലിനൂടെ ശരിക്കും കിട്ടിയത്. എന്താണ് കാര്യമെന്ന് എപ്പിസോഡിൽ നേരെ ചൊവ്വ ഇല്ല. സെക്കൻഡ് റൗണ്ട് ആവുന്നു, അൻഷിത ഔട്ടാവുന്നു. പക്ഷേ എല്ലാവർക്കും ഡൗട്ടാണ്, കാരണം അൻഷിത ഔട്ടായി. ബൊമ്മകളൊക്കെ കീറി പറയുന്നു, അത് വേറെ കാര്യം. അൻഷിത ഔട്ടായി. അൻഷിത പവിത്രയുടെ ബൊമ്മ എടുത്തു വെച്ചു എന്ന് പറയുന്നു. പവിത്രയുടെ ബൊമ്മ തന്നെ രഞ്ജിത്തും എടുത്തു വെച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആരുടെ ബൊമ്മകളാണ് എടുത്തു വെച്ചതെന്ന് എല്ലാവർക്കും അങ്ങോട്ടും കൺഫ്യൂഷൻ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അൻഷിതയും പറയുന്നു ഞാൻ പവിത്രയുടെ ബൊമ്മയാണ് എടുത്തുകൊണ്ട് വെച്ചത്. രഞ്ജിത്തും പറയുന്നു ഞാൻ പവിത്രയുടെ ബൊമ്മയാണ് എടുത്തുകൊണ്ട് വെച്ചത്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ബൊമ്മയാണെങ്കിൽ സ്വന്തം അടുത്ത് ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രഞ്ജിത്തെങ്ങാനും തന്നെ ഇനി ബൊമ്മ എടുത്തുകൊണ്ട് വെക്കാനുള്ളത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഈ പറയുന്ന ബൊമ്മ ബാക്കി വരുന്നത് രഞ്ജിത്തിൻ്റെ കയ്യിലാണ്. രഞ്ജിത്തിൻ്റെ കയ്യിലാണ് രഞ്ജിത്തിൻ്റെ കയ്യിലല്ലോ. ഓക്കെ, ബൊമ്മ ബാക്കി വരുന്നു. ബൊമ്മ ഒരെണ്ണം ബാക്കി വരുന്നു. ഈ ബൊമ്മ എടുത്തത് ആരാണ്? ഈ ബൊമ്മ കൊണ്ട് വെച്ചതിൻ്റെ പേരിൽ അവിടെ കുറച്ച് തർക്കങ്ങളല്ല, അവർക്ക് തന്നെ കൺഫ്യൂഷനാണ്. ആരാണ് പവിത്രയുടെ ബൊമ്മ അവിടെ കൊണ്ട് വെച്ചത് എന്നുള്ള കൺഫ്യൂഷൻ അവിടെ വരുന്നു. കാരണം അങ്ങനെ കൺഫ്യൂഷൻ. അപ്പം അൻഷിത പറയുന്നു ഞാനാണ് കൊണ്ടുവച്ചത്, രഞ്ജിത്ത് പറയുന്നു ഞാനാണ് കൊണ്ടുവച്ചത്. അപ്പം അൻഷിത പറയുന്നു ഇല്ല ഞാനാണ്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് തന്നെ പറയുന്നു അൻഷിത കൊണ്ടുവച്ചത് രഞ്ജിത്തിൻ്റെ ബൊമ്മയാണ്. ഓക്കെ, രഞ്ജിത്ത് കൊണ്ടുവച്ചത് പവിത്രയുടെ ബൊമ്മയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അൻഷിതയുടെ ബൊമ്മയാണ് ബാക്കി വന്നത്. അപ്പോൾ അത് ആരും എടുത്തിട്ടില്ല, അത് ഔട്ടാണ് എന്ന് പറഞ്ഞാൽ അൻഷിത ഔട്ടാവുന്നു. അതിനുശേഷം മഞ്ജരി എന്ത് ചെയ്യുന്നു? അടുത്ത റൗണ്ട് വരുന്നു. അതിനകത്ത് മഞ്ജരി ഓടുന്നു. മഞ്ജരിയുടെ അതിൽ മുത്തുവിൻ്റെതാണ് കിട്ടുന്നത്, പക്ഷെ മുത്തുവിൻ്റെ ബൊമ്മ വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മുത്തു ഔട്ടാവുന്നു. ദെൻ മുത്തുവും സാചനയോടാണ് സംസാരിക്കുന്നത്. അൻഷിതയുടെ ബൊമ്മ പകുതി ഞാൻ കൊണ്ടുവച്ചു, പിന്നെ അരുൺ കൊണ്ടുവച്ചു, എന്നിട്ട് അരുൺ വീണ്ടും ശിവയുടെ കൊണ്ടുവച്ചു. അപ്പോൾ അരുൺ 2 തവണ വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അരുൺ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ആ സാധനം ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ദെൻ ജാക്ലിനും റയാനും കൂടെ സംസാരിക്കുന്നു. ജാക്ലിൻ പറയുന്നു വിശാല് വേറെ ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ മുഖത്ത് നോക്കാനേ എനിക്കിപ്പോൾ ഒരുമാതിരിയാണ്. മുത്തുവും സൗന്ദര്യയും അവരുടെ കുറച്ച് കാര്യങ്ങൾ അവൻ ഉടയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം മുത്തുവിന് ഈ പറഞ്ഞ പോലെ കയ്യടി കിട്ടുന്നുണ്ട്, സൗന്ദര്യക്ക് കയ്യടി കിട്ടുന്നുണ്ട്, അത് ഉടയ്ക്കാൻ നോക്കുന്നുണ്ട് അവൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്ലാനിങ് എങ്ങനെയാണ്. പിന്നെ ഞാൻ പൊതുശത്രു ആയതുകൊണ്ട് എന്നെ ഉടയ്ക്കാൻ നോക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫുഡ് സെർവ് ചെയ്യുന്നു. അരുൺ ആണല്ലോ കിച്ചൺ ഇൻചാർജ്. അരുൺ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ ആനന്ദി ഫുഡ് മേടിക്കാൻ കറിയും കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും കറി എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അരുൺ കോരി ഒഴിക്കുകയാണ്. എനിക്കത് വളരെ മാന്യമില്ലാത്തൊരു പരിപാടിയായിട്ട് തോന്നി. കാരണം ഒരാൾക്ക് ഫുഡ് ഇത്രയും വേണ്ടെങ്കിൽ അത്രയും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അരുൺ പറഞ്ഞത് റേഷൻ അല്ലേ,
ഇപ്പം ഒരാൾക്ക് ഒരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു 100 ഗ്രാം കൊടുക്കണം, എത്രയും ഞാൻ കൊടുക്കും. അവരെന്തോ ചേട്ടൻ കൊണ്ട് കളയേ ഇന്നെ ക്യാപ്റ്റൻ പറഞ്ഞില്ലേ എന്നുള്ള ലെവലിലാണ്. അപ്പോൾ വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക എന്നുള്ള ലെവൽ. അപ്പോൾ അങ്ങോട്ട് വരുന്നത് ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞത് ശരിയല്ല, അങ്ങനെ കൊടുക്കുക. അല്ല വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ്? അപ്പോൾ ഉടനെ പവിത്ര വിളിച്ചാൽ അതാണ്ട് സാച്ചനയ്ക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവരണം. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല. ഒരാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടല്ലോ, ഇനിയിപ്പോൾ ചോദിക്കൂലല്ലോ, ഓക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ദെൻ അതിനുശേഷം പവിത്ര, ദീപക്, തർഷിക ഇതിന് സംസാരിക്കുന്നു. പവിത്ര പറയുകയാണ്, ഫ്രിഡ്ജ് ഞാൻ ഇവിടെ തുറക്കാൻ വരുമ്പോഴത്തേക്കും എന്താണ് ഫ്രിഡ്ജ് ഞാൻ തുറക്കാൻ വരുമ്പോൾ ഓരോരുത്തർ അരുൺ എന്നെ ഒരുമാതിരി രൂക്ഷമായെന്നുണ്ട്, ഞാൻ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വരുന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര ദേഷ്യപ്പെടുന്നു. അപ്പോൾ ദീപക് അവിടെ ഇൻചാർജ് അല്ലേ അരുൺ, എല്ലാ കാര്യങ്ങളും അരുണാണ് നോക്കാനുള്ള, എന്തെങ്കിലും സാധനം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിന്നെ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ പവിത്ര ഇനി ഞാൻ ചോദിച്ചിട്ട് എടുക്കാം, ഓക്കെ ഇനി ഞാൻ ഒന്നും ചോദിക്കാനില്ല, പോരെ ഞാൻ ഒന്നും എടുക്കണില്ല, തീർന്നല്ലോ എന്ന് പറയുന്നു. അതിനുശേഷമാണ് രാത്രി എൻ്റെ പൊന്നെ ക്രിഞ്ച് സാധനം തർഷിക വിശാലിന് വാ തുറക്കും മക്കളെ, വാ തുറക്കും, ലൈറ്റൊക്കെ ഓഫ് ആവും. തർഷിക വിശാലിന് വാരി കൊടുക്കുന്നു. അരുണാണെങ്കിൽ ബ്ലഷും വാരി അടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ശിവയുണ്ട്. ശിവയ്ക്ക് സഹിക്കാൻ വയ്യ, അവർ വാരി കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഭാര്യയൊക്കെ മിസ് ചെയ്ത് വന്നാലേ, അപ്പോൾ അതുകൊണ്ട് ശിവയും ഭാര്യ അരുണിന് കൊടുക്കുന്നു. അങ്ങനെ തർഷിക ആഹാരമൊക്കെ കൊടുത്ത് അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. തർഷിക വിശാലിന് ആഹാരം വാരി കൊടുക്കുന്നു. വിശാലാണെങ്കിൽ ഉള്ള പുള്ളയെ കണക്കിരുന്ന് തിന്നുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതേ സമയം ആനന്ദി പവിത്രങ്ങളിൽ നിന്ന് വിശാലിൻ്റെയും തർഷികയുടെയും കേസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും കുറച്ച് കഴിയുന്നു. തർഷിക വിശാലിന് ഇവിടെയൊക്കെ ചൂട് പിടിച്ച് കൊടുക്കുന്നു. ടാസ്ക് ഒക്കെ ചെയ്ത് ഇവിടെയൊക്കെ മുറിഞ്ഞൊക്കെ വാരിയില്ല. അപ്പം ഇങ്ങനെ ഇവിടെയാണോ ഇവിടെയാണോ എന്നൊക്കെ പറഞ്ഞ് ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നു. എൻ്റെ പൊന്നെ എന്തോരം ക്രിഞ്ച് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർ ലവ് തുറന്ന് പറഞ്ഞോട്ടെ, പ്രശ്നമില്ല, നമ്മളൊക്കെ അംഗീകരിക്കാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പേളി ശ്രീനിഷിനും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു ആ ഷോയിൽ, അവരത് തുറന്ന് പറഞ്ഞതോടുകൂടി തീർന്നു. ഇതുപോലെ തുറന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം ഗെയിം ആണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഒലിപ്പീര്, അതേ ഇതിനൊരു വേർഡുള്ളൂ, ഒലിപ്പീര് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒലിപ്പീര്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. നമുക്കിനി നാളെ നോക്കാം. വീക്കിലി ടാസ്കിൻ്റെ നാളത്തെ ഡേ ആരായിരിക്കും അവസാനം ജയിക്കാൻ പോകുന്നതെന്ന് അറിയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.